പിന്നെ നെക്സ്റ്റ് കിച്ചണിൽ മെയിൻ ആയിട്ട് വേണ്ടതാണല്ലോ ഈ ഹുഡ് ആൻഡ് ഹോപ്പ്, അങ്ങനെയാണ് വലിയ വലിയ ആൾക്കാരൊക്കെ പറയുന്നത്. അതെ, നമുക്ക് സ്റ്റൗ, ഇൻഡക്ഷൻ അങ്ങനെയൊക്കെയല്ലേ നമ്മൾ പറയാം, ചിമ്മിനി. അതെ, വലിയ വലിയ ആൾക്കാർ പറയുന്നത്. അതെ അതെ. അപ്പൊ എനിക്ക് അതിലൊരു ഇതുണ്ടായിരുന്നത്, എനിക്ക് 3 ബർണർ വേണം എന്നുള്ളൊരു ഇതായിരുന്നു. പിന്നെ നമ്മൾ ഏകദേശം 3 എണ്ണുള്ളത് തന്നെ ഒന്ന് സെലക്ട് ചെയ്ത് കണ്ടുപിടിച്ചു. അത് എലീക്കൻ്റെ എടുത്തത്. അതിനകത്ത് ഒരു ചെറുതും ഒരു മീഡിയവും പിന്നെ ഒരു വലുതും, അങ്ങനെ 3 എണ്ണം വരുന്നുണ്ട്. പിന്നെ വേറെ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഗ്യാസ് ഒരു ചെലവുള്ള കാര്യവും, പിന്നെ നമ്മളിപ്പോൾ എല്ലാവരും സോളാറിന്റെ ഒരു കാലഘട്ടത്തിലാണല്ലോ. അപ്പോൾ സോളാറൊക്കെ വെക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ നമ്മളൊരു ഇൻഡക്ഷൻ ഹോമും കൂടിയും കൊടുത്തിട്ടുണ്ട്. അതും ഇൻബിൽറ്റ്, അതായത് നമ്മൾ ഐലൻഡ് കിച്ചൺ ആയതുകൊണ്ട് ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് രണ്ടും സെലക്ട് ചെയ്തിരിക്കുന്നത്. രണ്ടും എലീക്കഡ് തന്നെയാണ്, കാണാനുണ്ടല്ലോ, ഇൻഡക്ഷനും ഹോം. പിന്നെ ഇനി എന്താണ് ഒരു പ്രശ്നം എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ട് വേണം നമ്മൾ എപ്പോഴും ചിമ്മിനി സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സൈസ്, അതായത് ഇപ്പൊ നമ്മളൊരു സെന്റിമീറ്റർ 60ന്റെ ഹോബ്, ഇപ്പൊ ഈ ഒരു ഹോബ് എന്ന് പറയുന്നത് 60യും ഒരു 30 ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച്, അതായത് ചിമ്മിനിയിൽ നമുക്ക് 60 വരുന്നുണ്ട്, 90 വരുന്നുണ്ട്, അതിൽ കൂടുതൽ വന്നിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ എന്ത് വെച്ചാൽ പരമാവധി 90 എടുക്കണം, എന്നാലാണ് ഇത്രയും വരുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു സക്ഷൻ പവർ കിട്ടുള്ളൂ. നമ്മൾ ചെറിയ ഒരു ഒറ്റ മാത്രമാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 60ന്റെ ചിമ്മിനി വെച്ചാൽ മതി. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കിച്ചൺ പ്ലാൻ ചെയ്യുന്ന സമയത്ത് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യുമ്പോഴാണ് നമുക്കതൊരു കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുക. കാരണം നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളിതൊക്കെ വാങ്ങാൻ പോകുമ്പോഴായിരിക്കും ഇതിന്റെയൊക്കെ വിലയും പ്രൈസ് നമ്മൾ എപ്പോഴും നോക്കേണ്ട ഒരു ഘടകമാണ്.